വെൽക്കം ടു ദ ഡേ 2. വെൽക്കം ടു ദ നെക്സ്റ്റ് ഡേ അല്ല, മൂന്നാമത്തെ ദിവസമാണ് നമ്മളിപ്പോൾ ഇവിടെ. അത് ഞങ്ങൾ ഇന്നലെ 2 ദിവസം അവിടെ പരിപാടി ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ബയോട്ടിക്സ് ലാബിൻ്റെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ടയർഡായതുകൊണ്ട് നമ്മൾ റിസോർട്ട് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വിട്ടുപോയി. സോ നമ്മളെന്ത് ചെയ്തു, നമ്മൾ ഇന്നലെ സ്റ്റേ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു നോർമൽ റൂമാണ് നമ്മൾ നോക്കിയിരുന്നത്. സുപ്പീരിയർ ക്ലബ്ബോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് റൂം ഒക്കെയാണ് നമ്മൾ നോക്കിയിരുന്നത്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇന്ന് പുറത്തും പോയി. ഞങ്ങളൊരു മറയൂർ വരെ ഒന്ന് പോയിട്ട് വന്നായിരുന്നു, ഇടയ്ക്ക് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് ആ സർപ്രൈസ് കിട്ടിയത്. നമുക്ക് കിട്ടിയത് ഒരു കിഡിലൻ റൂമാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഏത് റൂമാണെന്നുള്ളത്. നമ്മുടെ ഗസ്റ്റ് ചെക്കൗട്ട് ആകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പരിപാടികളാണ്. അപ്പോൾ നമ്മുടെ റൂം മാത്രം ഇതുവരെ കണ്ടില്ലായിരുന്നു. സോ നമ്മൾ ഇന്നലെ താമസിച്ചത് ജക്കുസി വില്ലയിലായിരുന്നു. ഈ നമ്മൾ ഇന്നലെ കണ്ട പൂൾ വില്ലയുടെ തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത്. കയറി വരുമ്പോൾ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്, ചെയറൊക്കെ ആയിട്ട്. ഇത് നമ്മൾ കുട്ടിക്ക് വേണ്ടി വാങ്ങിയിരുന്ന ക്രാഡിലാണ്. ഇത് നമ്മുടെ സ്വന്തമാണ്. ഇത് റിസോർട്ടിൽ നിന്ന് നമുക്ക് തന്നതാണ് കേട്ടോ. നമുക്കിവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതിൽ കിടക്കുമെന്നൊരു ഡൗട്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇത് തന്നെ കൊണ്ടുവന്നത്. നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം വരുന്നത്. ഒരു വാർഡ്രോബ് ഉണ്ട്, പിന്നെ ബാക്കി കാര്യങ്ങളും ടീ കോഫി മേക്കർ എല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ അയൺ ബോക്സൊക്കെ എല്ലാ റൂമിലും തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ TV ഉണ്ട്. ഇതാണ് നമ്മുടെ ജക്കുസി വരുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഹോട്ട് വാട്ടർ എല്ലാം അവൈലബിൾ ആണ്. ഇത് ഫോമിനുള്ള സാധനമാണ് ഈ വെച്ചേക്കുന്നത്. ഇതാണ് ജക്കുസി വരുന്നത്. ടോയ്ലറ്റിലേക്ക് പോകുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റാണ്. കുറച്ച് അലമ്പായി കിടക്കണം, സോറി, നമ്മൾ യൂസ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് ചെറിയ ഇതുണ്ട്. ഇത് ഇവിടെയും വാഷ് ഏരിയയൊക്കെ സെപ്പറേറ്റ് ആണ് കേട്ടോ. ഇവിടെ വാഷ് ഏരിയ വരുന്നു, ഇവിടെ ഷവറിൻ്റെ ഏരിയ വരുന്നു. നമുക്ക് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഷവർ ചെയ്യാം. അതാണ് നമ്മുടെ റൂമിൻ്റെ വിശേഷങ്ങൾ. ഇന്ന് നമ്മൾ സ്റ്റേ ബാക്ക് ചെയ്യുകയാണ്. ഈ റൂമിലല്ല, നമ്മൾ വേറൊരു കാറ്റഗറിയാണ്. അത് സുപ്പീരിയർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ആയിരിക്കും. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. സോ അപ്പോൾ നമ്മളിന്ന് മൂന്നാറിന്ന് കറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാനും ഫസ്റ്റ് ടൈം ആവും കൂടെ. നമുക്ക് പോവാം, മൂന്നാർ പോവാം. ഹലോ, ഹായ് പറഞ്ഞേ. ഹായ്, മൂന്നാർ പോവാന്ന് പറഞ്ഞേരെ. ഹായ്. അപ്പോൾ നമുക്ക് ഇനി വന്നിട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ നമുക്ക് കിട്ടിയ റൂം ഏതാണെന്നല്ലേ, ഈ കാണുന്ന പൂൾ വില്ലാണ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് തന്നേക്കുന്നത്. കണ്ട, ഞങ്ങൾ ഇന്നലെ വന്നപ്പോഴാണ് അറിയുന്നത്. തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മറയൂർ പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഒരു 9:30 സമയമായി. കുറച്ച് ടയേർഡായിരുന്നു. ജസ്റ്റ് പോണ വഴിക്ക് ആ ഒരു ഫോട്ടോ പോയിൻ്റ് അല്ലാതെ വേറെ ഒന്നും അങ്ങനെ കാര്യമായിട്ട് കാണാൻ പറ്റിയില്ല. ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ. സോ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ തിരിച്ചിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പി. പിന്നെ ഞങ്ങൾ പൂളിലൊക്കെ ഇറങ്ങി കളിച്ച് ദിവാനെ കുറച്ച് നേരം ഒന്ന് ഇറക്കി നോക്കി, കാല് മാത്രം. അപ്പോൾ പുള്ളിക്കാരി കരച്ചിൽ തുടങ്ങി. നല്ല തണുപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്നലെ നൈറ്റ് സ്പെൻഡ് ചെയ്ത റൂമാണിത്. റൂമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു. അങ്ങനെ അപ്പോൾ നമുക്കിന്ന് 10 മണിയായി കഴിയുമ്പോൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ആകും വേണം. 11 മണിക്കാണ് ചെക്കൗട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമുക്കിന്ന് നേരത്തെ പോയിട്ട് അവിടെ ഒരു ഫങ്ഷനുണ്ട് തൊടുപുഴയിൽ. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യണം. സോ ഞങ്ങൾ നേരത്തെ ഇറങ്ങും. അപ്പം ഞാൻ ഇവിടുത്തെ സിപ്പ് ലൈൻ്റെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇന്നലെ താമസിച്ചതിൻ്റെ തൊട്ടടുത്ത റൂം തന്നെയാണ് ഇത്. ഈ 805 നമ്മൾ ഇന്നലെ താമസിച്ചത്. നമ്മൾ താമസിക്കുന്നത് ഈ വില്ലയിലുമാണ്, 809. നമ്മളിന്ന് ഇവിടെ സിപ്പ് ലൈൻ ചെയ്യണമെന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ 3ാമത്തെ ദിവസമായി. നമ്മളെ മെയിൻ കോമൺ പൂളിൽ നമ്മളിതുവരെ അറിയില്ല ഇനി ഇറങ്ങുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. സമയം കിട്ടാൻ ചാൻസ് ഇല്ല. കാര്യം ഇപ്പം തന്നെ 7:30 ആയി. സോ
ഇന്നിറങ്ങും ഇല്ലയൊന്നും അറിയില്ല. ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശേഷം കാണിക്കാം. ഞാൻ വീഡിയോ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചെറിയൊരു മൂടിയ കാലാവസ്ഥയായിരുന്നു. മൂന്നാർക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ പയ്യെ ഡ്രസ്ലിങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ ആ മാട്ടുപ്പെട്ടി പോകുന്ന ഒരു ഫോട്ടോ പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല മഴയായി. പിന്നെ ഒരു അരമണിക്കൂർ ഞങ്ങളവിടെ പോസ്റ്റായി. പിന്നെ ആ സമയത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആ ഫോട്ടോസ് ഞാൻ നോക്കട്ടെ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ അവിടെ നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ ഒരു കാമായിട്ടുള്ള സ്ഥലമാണല്ലോ അവിടെ, മുന്നിൽ ടീ പ്ലാന്റേഷനും ഒക്കെ ആയിട്ട്. സോ ഞങ്ങളത് നല്ല എൻജോയ് ചെയ്ത് പിന്നെ അവിടെ നിന്ന് കുറച്ച് നൂഡിൽസും പിന്നെ സ്പ്രിങ് റോളും എല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ കാന്തല്ലൂരിന് പോകുമായിരുന്നു. മറയൂരിന് പോകുമായിരുന്നു. കാന്തല്ലൂരായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നു, പക്ഷേ സമയം കിട്ടിയില്ല. മറയൂർ പോയി കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്നും. അപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് ടയർഡായി. അന്ന് അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. നല്ലോണം ടയർഡായി തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ. കാര്യം വേറെ ഒന്നും കാണാനില്ല വഴി കൂടെ. കുറച്ച് ആ ഫോട്ടോ പോയിൻറ്റ്സ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ലക്കം വാട്ടർഫോൾസ് കഴിഞ്ഞാൽ പിന്നെ അവിടെ കാര്യമായിട്ടൊന്നും തന്നെ കാണാനില്ല. ഞാൻ എന്തെങ്കിലും മാനിനെയോ അല്ലെങ്കിൽ കാട്ടുപോത്തിനൊക്കെ കാണുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു അവിടെ ചിന്നാർ വൈൽഡ് ലൈഫിൻ്റെ സ്ഥലം എത്തിക്കഴിഞ്ഞപ്പോൾ. ചിന്നാർ വൈൽഡ് ലൈഫല്ല, നമ്മുടെ മറയൂരിൻ്റെ സാങ്ച്വറി ഉണ്ടല്ലോ, അതെത്തിക്കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒന്ന് പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒന്നും കാണാൻ സാധിച്ചില്ല. ഞങ്ങൾ നമ്മുടെ പിന്നെ ഒരു മുനിയറൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ടായിരുന്നു, അവിടെ പോയി നോക്കി. അവിടെ പോയി കഴിഞ്ഞപ്പം എല്ലാം ക്ലോസ്ഡായി. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ബേബിയും കൂടെ ഉള്ളതുകൊണ്ട് ശരിക്കും ടയേർഡായി, അത്രയും ട്രാവൽ ചെയ്തുകൊണ്ട്. പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ പിന്നെ മൂന്നാർ ഇവിടെ വന്നിട്ട് ഫുഡ് മേടിച്ചിട്ട് ഞങ്ങളിവിടെ നിന്ന് കഴിക്കുകയാണ് ചെയ്തത്. കാര്യം അവിടെ ഇറങ്ങി കഴിക്കാനുള്ള സാഹചര്യമില്ലായിരുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. നമുക്കിങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് മാത്രം നമ്മളിങ്ങനെ ചെയ്തതാണ്. ഒരു ഔട്ട്സൈഡ് ഫുഡ് കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത് റിസോർട്ടിലേക്ക്. പിന്നെ നമ്മളെ ബേബി ഇങ്ങനെ ഒരു സിറ്റുവേഷനിലായതുകൊണ്ട് അവർ അലോ ചെയ്തതാണ്. അല്ലാതെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. മിക്ക റിസോർട്ടുകളിലും അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മൾ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ഓക്കെ ആയി. ഞങ്ങൾ പിന്നെ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ച് സമാധാനത്തോടെ ഫുഡ് കഴിച്ച് പൂളിലൊക്കെ ഇറങ്ങി അങ്ങനെ ഇരിക്കുകയാണ്. ഇന്നലെ മഴ പെയ്തതിൻ്റെ കുറച്ച് ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. ടെമ്പറേച്ചറൊക്കെ കുറഞ്ഞ് ഒരു 18 ആ റേഞ്ചിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് നല്ല ക്ലൈമറ്റാണ്, ഇന്ന് നല്ല കാലാവസ്ഥയാണ്. നമുക്ക് വേറെ ചൂടോ കാര്യങ്ങളൊന്നും അനുഭവപ്പെടുന്നില്ല. ഇന്നലത്തെ അപേക്ഷിച്ച് നമുക്ക് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടെ. 18 ഡിഗ്രി സെൽഷ്യസ് ആ റേഞ്ചിലൊക്കെ ഉണ്ട് ടെമ്പറേച്ചർ. അതുകൊണ്ട് ആ ഒരു ചൂടങ്ങ് കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഒരു ഹ്യൂമിഡിറ്റി മാതിരിയായിരുന്നു. ഈ സമയത്തൊക്കെ നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ മഴ പെയ്തതിൻ്റെയാന്ന് തോന്നുന്നത്. അവിടെയൊക്കെ കുറച്ച് ഫോഗും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ മലയിലൊക്കെ കേട്ടോ. ഇവിടെ എല്ലാ റൂംസും തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു വില്ല കൺസെപ്റ്റിലാണ് വരുന്നത്. ഒരു ബ്ലോക്കിൽ 4 റൂമായിട്ട്. അതാ ഇവിടെ കണ്ടോ, ഈ ബ്ലോക്കിൽ 4 റൂം. അവിടെയും അതേപോലെ തന്നെ അവിടെ 6 റൂമുണ്ടെന്ന് തോന്നുന്നു അതിൽ. പിന്നെ ഇതാ അവിടെ ആയുർവേദിക് സ്പാ. എന്നാൽ സ്പാ എടുക്കണമെന്നൊക്കെ ഓർത്ത് തന്നെ വേണ്ടാന്ന് വെച്ച്. നമുക്ക് അടുത്ത തവണ ആവട്ടെ, നമുക്ക് സ്പായും കൂടെ ചെയ്യണം. ഇത്തവണ നമ്മൾ പിന്നെ കുറച്ച് റഷായിപ്പോയി. കാര്യം 85 വാക്സിൻ മാനേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല. അപ്പോൾ അത് 2 ദിവസം കൂടെ ഉണ്ടായിരുന്നു. 2 ദിവസം നമ്മൾ റിസോർട്ടിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തു തന്നോട്ടെ. എല്ലാ കാര്യങ്ങളും, ഫുഡിൻ്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ബാക്കി അമ്യൂണിറ്റീസിൻ്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ബാക്കി അറേഞ്ച്മെൻറ്റ്സ്, കോൺഫറൻസ് ഹോള്, പിന്നെ അവർക്ക് ഫുഡ് എത്തിക്കുക എന്നുള്ള നല്ല വലിയ ടാസ്ക്കായിരുന്നു. അതിന് ഹാറ്റ്സ് ഓഫ് ടു ദ ബ്രോഡ്ബീൻ റിസോർട്ട്. ഇവിടുത്തെ സ്റ്റാഫുകൾക്കും ഇവിടുത്തെ മാനേജ്മെൻറ്റിനും എല്ലാം എൻ്റെ ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുന്നു. താങ്ക്സ് എ ലോട്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും കോൺഫറൻസോ അല്ലെങ്കിൽ മീറ്റിങ്ങോ ആനുവൽ മീറ്റപ്പോ നിങ്ങളുടെ ഓഫീസ് ടൂറോ എന്തെങ്കിലും കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ബെസ്റ്റ് റേറ്റിന് തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ബെസ്റ്റ് റേറ്റിന് ബെസ്റ്റ് സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മോട്ടോ. സോ അത് ഞങ്ങൾ 100% തന്നെ നിലനിർത്തുന്നതായിരിക്കും. വന്നവരെല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ടാണ് പോയത്, നല്ല ഹാപ്പി ആയിട്ടാണ് പോയത്. ഇപ്പം എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളപ്പോൾ തന്നെ പരിഹരിച്ചു കൊടുക്കും. കുറവുകളൊന്നുമല്ല, നമുക്ക് ജസ്റ്റ് ടൈമിങ്ങിൻ്റെ ഇഷ്യൂസോ അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ തന്നെ അവർ നല്ലോണം സഹകരിച്ചിട്ട് നമുക്ക് അപ്പം തന്നെ അത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. പിന്നെ
ഇത്രയും ഞാൻ പറഞ്ഞില്ലേ റിസപ്ഷൻ കാണുന്നത് ഇതാ ആ ഭാഗത്താണ്. അവിടെ നിന്ന് ഇങ്ങനെ കയറി ഇതിലൂടെ വരണം നമുക്ക് റിസപ്ഷനിലേക്കോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവരതിന് ബഗ്ഗി അറേഞ്ച് ചെയ്ത് തരും. നമ്മളെപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിൽ എപ്പോൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓടി വന്ന് കൊണ്ട് തരും കേട്ടോ. നമ്മൾ വന്ന് പിക്ക് ചെയ്തിട്ട് എവിടേക്കാണെങ്കിലും നമ്മൾ കൊണ്ടുപോകും. അങ്ങനെയൊക്കെയാണ്. നല്ല നല്ല അടിപൊളി സർവീസായിരുന്നു. എനിക്കതിൽ ഒന്നും പറയാനില്ല. നല്ല അടിപൊളി സർവീസാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ റിസോർട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല ബെസ്റ്റ് റേറ്റിൽ തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇതല്ലാതെ നമുക്ക് സൗത്ത് ഇന്ത്യയിലെ ഏത് റിസോർട്ട് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ വഴി ബുക്ക് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം ചീപ്പ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലോ ബഡ്ജറ്റിലേക്ക് നമ്മളങ്ങനെ പോകാറില്ല. പിന്നെ ഗസ്റ്റിന് അത്രയും റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളങ്ങനെ ലോ ബഡ്ജറ്റിലേക്ക് പോകാറുള്ളൂ. അത്രയും ലോ ബഡ്ജറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറേ പ്രശ്നങ്ങൾ വരും, കുറേ കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, കുറേ കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. സോ നമ്മൾ അത്രയും ഒരു റേഞ്ചിലേക്ക് നമ്മൾ പോകാറില്ല. മിനിമം ഒരു 3000 3500 ആ റേഞ്ചിലൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും നമ്മളങ്ങനെ റെക്കമെൻഡ് ചെയ്യാറില്ല. നമ്മൾ അത്യാവശ്യം നല്ലൊരു പ്രൊഫൈലുള്ള റിസോർട്ടുകൾ മാത്രമേ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. ഇതേപോലെയുള്ള ഫങ്ഷൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത്രയും ചെറിയൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകത്തേയില്ല. ഇതിപ്പോൾ നമുക്ക് 5 സ്റ്റാർ റിസോർട്ടാണുള്ളത്. 5 സ്റ്റാർ റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരുന്നത്. പക്ഷേ എന്നാൽ 5 സ്റ്റാറിൻ്റെ അത്രയും വലിയ റേറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടായില്ല. നമുക്കൊരു മിനിമം റേറ്റിൽ നമുക്ക് ഇവർ ചെയ്തു തന്നു. നല്ല അടിപൊളിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ടായി. ടോട്ടൽ 4 പൂൾ വില്ലയാണ് ഇവിടെ ഉള്ളത്. 809, 810 പൂൾ വില്ലയും 811, 812 ബാത്ത് ടബുമാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ടോട്ടൽ 4 പൂൾ വില്ലയും 4 ബാത്ത് ടബുള്ള റൂമാണ് വരുന്നത്. ജക്കുസിയും 4 കണ്ടാണ് ഉള്ളത്. ടോട്ടൽ 57 റൂംസും കണ്ടുണ്ട് കേട്ടോ. അങ്ങനെ സോ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഈ സിപ്പ് ലൈനിലൊക്കെ കയറി നമ്മൾ താഴോട്ട് പോകും. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഡയറക്റ്റ് തൊടുപുഴയ്ക്ക് പോകാനാണ് പ്ലാന്. ചേഞ്ച് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നമുക്കിനി കാണാനുണ്ടായിരുന്ന കാറ്റഗറി ബാത്ത് ടബും പിന്നെ എക്സിക്യൂട്ടീവ് ക്ലബ്ബും ആയിരുന്നു. ഇന്നലെ സാറ്റർഡേ ആയതുകൊണ്ട് ഫുള്ളായിരുന്നു എന്നാണ് തോന്നുന്നത്. നമുക്കത് കാണിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫോട്ടോസ് ഇവിടെ ടച്ച് ചെയ്തേക്കാം. സോ നിങ്ങൾക്ക് ഇനി ഈ റിസോർട്ട് ബുക്ക് ചെയ്യണോ അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോസ് ഫുൾ കാണണം എന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചു തരുന്നുണ്ട്. എന്തൊക്കെ ആക്ടിവിറ്റീസാണുള്ളത്, ഏതൊക്കെ റൂമാണ്, ഇവിടെ ഏതൊക്കെ കാറ്റഗറീസാണ് അവൈലബിൾ ഉള്ളത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാവേ. ഈ കാണുന്നത് ഒരു ഫോട്ടോ പോയിൻറ്റും കൂടെയാണ് കേട്ടോ. ഇതിൻ്റെ മേലെ നമ്മളിന്നലെ ഒരു വാച്ച് ടവർ പോലൊരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ ജസ്റ്റ് റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ഈ ഫോട്ടോ പോയിൻ്റ് വരുന്നത്. അവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു മലയുണ്ട്. ഇപ്പോൾ ഫോഗ് ആയതുകൊണ്ട് കാണാത്തതാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. ഇവിടെയാണ് ഫിഷിങ്ങിൻ്റെ ഏരിയ വരുന്നത്. നമുക്ക് എവിടെ ഇരുന്നാണെങ്കിൽ ഫിഷിങ് ചെയ്യാം. ഇവിടെ ഇഷ്ടംപോലെ മീനുകളുണ്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് പെഡൽ ബോട്ടും വരുന്നത്. 2 പെഡൽ ബോട്ടാണ് വരുന്നത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് കേട്ടോ ഇതിൻ്റെ ടൈമിങ് വരുന്നത്. അപ്പോൾ നമുക്ക് 2 പേരൊക്കെ ഒരു കപ്പിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 പേർക്ക് ഫ്രണ്ടിലും അല്ലെങ്കിൽ 2 പേർക്ക് ബാക്കിലും ഇവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ ഇതിലൂടെ ചുറ്റി ഇങ്ങനെ നടക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഔട്ട്ഡോർ ഗെയിംസിൻ്റെ കൂടുതൽ സ്ഥലങ്ങളും വരുന്നത് അവിടെ തന്നെയാണ്. ബാസ്ക്കറ്റ് ബോള്, പിന്നെ ബാഡ്മിൻ്റൺ, പിന്നെ അത് ഒരു ഡി ജെ അല്ല ഒരു സ്റ്റേജ് പോലെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്രിക്കറ്റോ ഫുട്ബോളോ എന്ത് വേണമെങ്കിലുമൊക്കെ കളിക്കാം. എല്ലാം അവൈലബിളാണ്. ഈ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. അവർ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്കിതാ കുറച്ച് കഴിയുമ്പോൾ പെഡൽ ബോട്ടിങ് കൂടെ ചെയ്യാം. ഓക്കെ, പെഡൽ ബോട്ടിങ്ങിൻ്റെ റൂളാണ് എഴുതിയിരിക്കുന്നത്. രാവിലെ 7 AM to 6 PM ഉണ്ട്. ലൈഫ് ജാക്കറ്റ് മസ്റ്റ് ബി ഓൺ അറ്റ് ഓൾ ടൈംസ്. നോ ഓവർലോഡ്. ഓൺലി 2 adults per allowed per boat. 2 പേർക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ സോ ഇത് വായിച്ച് നോക്കിയിട്ട് ഇവിടെ ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം കേട്ടോ. ഇതൊക്കെ ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡഡാണ്. ഇതിൽ ഒന്നും വേറെ എക്സ്ട്രാ ചാർജസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുന്നില്ല കേട്ടോ.
3 മാസമായുള്ള കുട്ടീനെ കൊണ്ട് ട്രാവൽ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾക്ക് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല. ഇടയ്ക്ക് ഞങ്ങളിപ്പം നമുക്ക് തൊടുപുഴയിൽ നിന്നൊരു 2.5 hour അത്ര ഒരു 3 hour അടുത്ത് കൊണ്ട് നമുക്ക് ബ്രോഡ്ബീൻ റിസോർട്ട് വരെ ഇതാണ് സ്ഥലമാണുള്ളത്. സോ ഞങ്ങൾക്ക് കുറച്ച് നേരം ടൈമിൽ ഫീഡ് ചെയ്യേണ്ടി വന്നപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നിർത്തേണ്ടി വന്നു. അങ്ങനെ കുറച്ചൊരു 10 മിനിറ്റ് ഒക്കെ പോയതേ ഉള്ളൂ. പിന്നെ ചെറിയ തോതിൽ കരച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരനെ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഭാവിയിലേക്ക് ഇതേപോലെയുള്ള ടൂറുകൾ കാര്യങ്ങളൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കുട്ടികളെ മാക്സിമം നമ്മൾ ട്രാവൽ ചെയ്യിക്കുക, നമുക്ക് പറ്റാവുന്ന എന്ന് വെച്ച് എപ്പോഴും ട്രാവലിംഗ് ആയിരിക്കണം എന്നല്ല, മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ട്രാവൽ ചെയ്യിക്കുക, അവരെ സോഷ്യലി ഇൻവോൾവ് ആക്കുക, ആൾക്കാരെയൊക്കെ കാണിക്കുക. നമ്മൾ വീട്ടിൽ തന്നെ വെച്ച് വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി സോഷ്യലി ഒന്നും ബിഹേവ് ചെയ്യണമെന്നില്ല. പെട്ടെന്ന് തന്നെ കുറച്ച് എന്താ പറയുക, അങ്ങനെ സോഷ്യലി ഇടപെടാനൊക്കെ ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ മാസത്തിൽ തന്നെ ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ ഈ സമയത്ത് ട്രാവൽ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാലേ അവർക്ക് കുറച്ചും കൂടെ സോഷ്യലിയൊക്കെ ഇൻവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3 മാസം വരെ ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ആഫ്റ്റർ 90 days കുട്ടീനെ നമുക്ക് പുറത്ത് കൊണ്ടുപോകാം, ഇതേപോലെയുള്ള കുറച്ച് സ്ഥലത്ത് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരു 1 day ടൂറെങ്കിലും ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് വരികയാണെങ്കിൽ കുട്ടികൾ കുറച്ച് റിലാക്സ് ആവും. പിന്നെ നമ്മുടെ അവരുടെ അമ്മമാരും റിലാക്സ് ആവും. കാര്യം അവർ വലിയൊരു ജേണി കൂടെ കിടന്നു വന്നവരാണ്, അതിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് നമ്മൾ ഇതേപോലുള്ള ഡെസ്റ്റിനേഷൻസ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ 2 ദിവസത്തേക്കായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമുക്ക് 3ാമത്തെ ദിവസവും ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യേണ്ടി വന്നത്. സോ അവരത്രയും റിലാക്സ്ഡ് ആണ്. എനിക്കറിയാം, അത് കാണുമ്പോൾ തന്നെ നമുക്കതറിയാൻ പറ്റും. സോ എല്ലാവരും അങ്ങനെ ട്രാവൽ ചെയ്യിക്കാൻ നോക്കുക. അത്യാവശ്യം നിങ്ങൾക്കിപ്പോൾ ഇത്രയും വലിയ റിസോർട്ടിൽ വന്നില്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് ഇപ്പോൾ ഹോം സ്റ്റേക്കൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു 2500-3000 ആ റേഞ്ചിലൊക്കെ നല്ല ഹോം സ്റ്റേസ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പോകാം. ജസ്റ്റ് ഒന്ന് ട്രാവൽ ചെയ്യിക്കുക, എല്ലാം ഒന്ന് കാണിക്കുക, ജസ്റ്റ് അവരെ ചില്ലാക്കുക, അവരുടെ മൂഡ് ഓക്കെ ആക്കുക. ബാക്കിയെല്ലാം നമുക്ക് റെഡി ആയിക്കോളും. ശിവ ഇടയ്ക്കൊക്കെ കരയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാനേജബിൾ ആയിരുന്നു. നമുക്ക് എന്താണ്, ഇപ്പം ഒന്നെങ്കിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരുടെ കരച്ചിൽ നിൽക്കും, അല്ലെങ്കിൽ ജസ്റ്റ് കുറേ നേരം വണ്ടി ഇരുന്ന് കഴിയുമ്പോൾ അവർക്ക് മുഷിപ്പായിരിക്കും. ജസ്റ്റ് നമ്മൾ ഒന്ന് വണ്ടി സൈഡാക്കിയിട്ട് പയ്യെ ഒന്ന് പുറത്തേക്ക് കൂടെ ഇറക്കി നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ അത് കൂളാകുന്നുണ്ട്. പിന്നെ ചില ടൈം ഉറങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും, എല്ലാ ടൈമും ഫീഡ് ചെയ്യാനാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട് ചിലർക്ക്, കരയുമ്പോൾ അപ്പം തന്നെ ഫീഡ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ അത് പൂർണ്ണമായിട്ടും തെറ്റാണ്. ചിലർക്ക് അവർക്ക് ഭയങ്കര അസ്വസ്ഥതകൾ ഉള്ള വേറെ കുറേ സിറ്റുവേഷൻസ് ഉണ്ടാകും. ചിലപ്പോൾ ചൂട് കൂടിയിട്ടായിരിക്കാം, ചിലപ്പോൾ തണുപ്പ് കൂടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇറിറ്റേഷൻ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഉറക്കം വന്നിട്ടാവാം. അപ്പോൾ നമ്മളതനുസരിച്ച് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയി കഴിയുമ്പോൾ അതെന്തിനു വേണ്ടിയിട്ടുള്ള കരച്ചിലാണെന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാവും ഈ ജേണിയിൽ കൂടെ പോകുമ്പോൾ. സോ നമ്മൾ ഉദ്ദേശിച്ച അത്ര വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പുള്ളിക്കാരി ഒരു 80% പുള്ളിക്കാരി നല്ല കാമായിരുന്നു, നമ്മുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നല്ല ഹാപ്പി ആയിട്ടാണ് പുള്ളി എപ്പോഴും ചിരിച്ചുകൊണ്ടൊക്കെയാണ് ഇരുന്നത്. അതിന് താങ്ക് ഗോഡ്. പിന്നെ താങ്ക്സ് ടു അസ്ന ഓൾസോ. അവരെ നന്നായിട്ട് തന്നെ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഫീഡ് ചെയ്യേണ്ടപ്പോൾ ഫീഡ് ചെയ്യിക്കാനും അല്ലെങ്കിൽ ഉറക്കം വരുമ്പോൾ ഉറക്കം ആണെന്ന് മനസ്സിലാക്കി ഉറക്കാനുള്ള വഴി നോക്കുന്നതും ഒക്കെ നന്നായിട്ട് തന്നെ ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ ടൂറ് നല്ല അടിപൊളിയായിട്ട് പോയി. ഇപ്പോൾ 3 ദിവസത്തേക്കാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇന്ന് 4ാമത്തെ ഡേ ആണ് വരുന്നത്. 3 നൈറ്റ് നമ്മളിവിടെ സ്റ്റേ ചെയ്തു. ഇതുവരെ അൽഹംദുലില്ലാ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങ് പോയി. അപ്പോൾ ഇനിയും വീടെത്തുന്നവരെ ഇങ്ങനെ തന്നെ പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ബേബി അവിടെ ഉറങ്ങുകയാണ്, ഫീഡ് ചെയ്യിച്ചിട്ട് ഉറങ്ങുകയാണിപ്പോൾ. അപ്പോൾ ആ സമയത്താണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് താഴേക്ക് വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റിനുള്ള ടൈമായിട്ടുണ്ട്. 8 o'clock ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവുക. സോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പെഡൽ ബോട്ടിംഗ് ഒക്കെ ചെയ്യാം. ഓക്കെ. സോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് അസ്ന റൂമിലുണ്ടാവും. കുട്ടി അവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അസ്നാനെ ഇങ്ങോട്ടേക്ക് വിടുന്നതാണ്. അപ്പം ഞാൻ റൂമിൽ ബേബിക്ക് കൂട്ടായിട്ടിരിക്കുന്നതാണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിച്ചതും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം പരിപാടി നടക്കുമ്പോൾ ഇവിടെ DJ നടക്കുമ്പോഴൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി ഉണ്ടായിരിക്കും നമ്മുടെ കൂടെ. സോ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ
ഹസ്നോട് കഴിക്കാൻ പറയും. അപ്പോൾ ഞാൻ കുട്ടീനെ ഹോൾഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹസ്ന കഴിച്ച് കഴിയുമ്പോൾ കുട്ടീനെ ഹസ്നൻ്റെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് പിന്നെ ഞാൻ കഴിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ റൂമിലേക്ക് അയക്കും, അല്ലെങ്കിൽ ഞാനും കൂടെ പോകും. ചില സമയത്ത് നമുക്ക് ഇവിടെ നിൽക്കേണ്ടി വരും. കാര്യം അവരുടെ കൂടെ നമ്മളൊന്ന് നിന്ന് കൊടുക്കണമല്ലോ. അവർക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് പരിഹരിച്ച് കൊടുക്കണം. സോ നമ്മൾ ഇവിടെ കൂടെ നിൽക്കേണ്ടി വരും ചില സമയത്ത്. അങ്ങനെയൊക്കെ ഒരു പാർട്ട്ണർഷിപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ടൂർ പോകാൻ പറ്റുള്ളൂ. കാര്യം അല്ലാതെ ഞാൻ മാത്രം എൻജോയ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അവർ മാത്രം എൻജോയ് ചെയ്താൽ മതി എന്നുള്ള മൈൻഡ് സെറ്റോടെ ഒരിക്കലും ടൂർ പോകരുത്. അവരെ മാക്സിമം നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അവരും അതേപോലെ അഡ്ജസ്റ്റ് ചെയ്തോളും. അവരും നമ്മളെ ഹെൽപ്പ് ചെയ്തോളും. നമ്മൾ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെയുള്ള മെയിൽ ഈഗോയും ഒന്നും വെച്ച് ആരും ട്രാവൽ ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഞാനും ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ചില സമയത്ത് അസ്നയായിരിക്കും ചെയ്യുക, ചില സമയത്ത് അസ്നക്ക് ടൈം കിട്ടിയെന്നിരിക്കില്ല, അപ്പോൾ ഞാൻ ചെയ്യും. എനിക്ക് വേഗം ചിലപ്പോൾ അസ്നയായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉറക്കുന്നത് ഞാനായിരിക്കും. ഞങ്ങൾ അങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഈ ട്രിപ്പ് ഇത്രയും വിജയകരമായിട്ട് പോയത്. ഞങ്ങൾ പല കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. മാഷാ അല്ലാഹ്, ഞങ്ങൾ അതിന് ദൈവത്തിനോട് വലിയ നന്ദി പറയുന്നു. ഇതുവരെ കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങളെ ഇങ്ങനെ പോകാൻ പറ്റിയതിന്. ഇനിയും ഒരുപാട് ടൂറുകൾ പോകാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുട്ടി വലുതായി വരുന്നതനുസരിച്ചിട്ട് നമുക്ക് പല ടൂറുകളും നമ്മൾ പോകാനുണ്ട്. പല റിസോർട്ടുകളും നമുക്ക് കാണിക്കാനുണ്ട്. കുറേ റിസോർട്ട് റിവ്യൂസ് നമുക്ക് പെൻഡിങ് ഉണ്ട്. ഇപ്പോൾ പ്രഗ്നൻസി ടൈമിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് കുറേ ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഇനി കുട്ടിയൊന്ന് വളർന്ന് വലുതായ സമയത്ത് നമുക്ക് അതെല്ലാം പോയി റിവ്യൂ ചെയ്യാവുന്നതാണ്. സോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അസ്നാനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്നു. പിന്നെ ഞാൻ ബട്ടൂര, ചന മസാല, ചട്നിയൊക്കെയാണ് എടുത്ത്, പൊട്ടറ്റോ ബജ്ജീസും. ഗുഡ് മോർണിംഗ്. പിന്നെ ബട്ടർ സ്കോച്ച് മിൽക്ക് ഷേക്കും കൂടെയാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ സ്ട്രോബെറി ജ്യൂസും അവൈലബിൾ ആണ്. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. എന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ ചേർപ്പിക്കുന്നില്ല. സോ ഇത് തന്നെയാണ് ഞാൻ നിർത്തിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പൊട്ടറ്റോ ബജ്ജീസ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വന്നു. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. കുട്ടിതാ ഇവിടെ നല്ല സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. സോ റൂമൊക്കെ എല്ലാം സെയിം വലുപ്പം തന്നെയാണ്. സുപ്പീരിയർ ക്ലബിൽ മാത്രമേ കുറച്ച് ഇത് കുറവുള്ളൂ, ഒരു സ്പേസ് കുറവുള്ളൂ. എന്ന് വെച്ചാൽ അത്ര ഇതല്ല, ഒരു 300 സ്ക്വയർ ഫീറ്റ് ഉണ്ട് റൂം. ഇവിടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ളൊരു ഡ്രസ്സിംഗ് റൂം ഇവിടെ അവൈലബിൾ ഉണ്ട്. ഇവിടെ ടോയ്ലറ്റ്, വാഷേരി ഇവിടെ ഇതാണ്, സെപ്പറേറ്റഡാണ്. വേറൊരു സെപ്പറേറ്റ് ഏരിയ തന്നെയാണ്. ഇവിടെ കൊമോഡും വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, സെപ്പറേറ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതാണ് പൂള് വരുന്നത്. പൂളെന്ന് പറഞ്ഞാൽ അത്ര വലിയ പൂളല്ല, പക്ഷെ നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു പൂളുണ്ട് താനും. നല്ല തണുപ്പ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. കടൽ ബോട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും കോമൺ പൂളിലൊന്നും ഇറങ്ങുന്നില്ല, ടൈമില്ല ആക്ച്വലി. പിന്നെ പ്രൈവറ്റ് പൂളുള്ളപ്പോൾ കോമൺ പൂളിൻ്റെ ആവശ്യമില്ലല്ലോ. സോ നമ്മൾ പൂളിലിറങ്ങാൻ വേണ്ടി പോവാണ്. നമ്മൾ സിപ്പ് ലൈൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ സിപ്പ് ലൈൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പോവാണ് താഴോട്ട്. ഇവിടെ തൊട്ട് താഴെ തന്നെയാണ്. നമുക്ക് സിപ്പ് ലൈനും കൂടെ ചെയ്തിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂം വെക്കറ്റ് ചെയ്യാണ്. സോ നമുക്ക് അതിൻ്റെ വീഡിയോ കൂടെ കാണാം കേട്ടോ. 2-3 വട്ടം സിപ്പ് ലൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും പേടിയാണ് കേട്ടോ. ഓക്കെ,
അപ്പോൾ ഞങ്ങൾ ചെക്കൗട്ട് ആകാൻ വേണ്ടി നിൽക്കുകയാണ്. സോ 3 ദിവസം നല്ല അടിപൊളി സ്റ്റേ തന്ന ബ്രോഡ് ബീൻ റിസോർട്ടിനും ഇവിടുത്തെ സ്റ്റാഫിനും മാനേജ്മെൻറ്റിനും എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ നന്ദി. ഞങ്ങൾക്ക് നല്ല റൂമാണ് അപ്ഗ്രേഡ് ചെയ്ത് തന്നത്. അല്ല, ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മൾ ചെക്കൗട്ടായി. ഇനി നേരെ തൊടുപുഴയിലേക്ക് പോവുകയാണ്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ബ്രോഡ്ബീൻ റിസോർട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. സോ ഇത് മാത്രമല്ല, നമുക്ക് സൗത്ത് ഇന്ത്യയിലെ ഏത് റിസോർട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ നമ്പറിൽ നിങ്ങൾ ബുക്ക് ചെയ്താൽ മാത്രം, ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങൾ നമ്മളെല്ലാം ഹെൽപ്പ് ചെയ്ത് തരുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ എഴുതുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിലോ, നമുക്കറിയാം കുറച്ച് ലെങ്തിയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം, പക്ഷേ എല്ലാ കാര്യങ്ങളും കാണിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലെങ്തിലേക്ക് പോകും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ, ദിസ് ഈസ് അഫ്സൽ ഇസ്മായിൽ ആൻഡ് അസ്നാൻവർ സൈനിങ് ഓഫ്, ആൻഡ് ഓൾസോ സിവാ ഹൈക്ക. താങ്ക് യു.